ഗൈസ് വെൽക്കം ടു സൺൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ച് ഇത് രാവിലെ ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ സജീവമായിട്ട് ഇന്ന് ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നാൽ വീഡിയോയിലൂടെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഇന്ന് രാവിലെ നമ്മൾ കണ്ട ന്യൂസ് നമ്മളെല്ലാവരും ഞെട്ടിച്ച പോലെ എന്നെയും ഞെട്ടിച്ചിരുന്നു. ഞാൻ തന്നെ 2-3 നോക്കി, ട്വിറ്ററിലെല്ലാം പോയിട്ട് നിങ്ങൾ ഗ്രൂപ്പിലിടുന്നത് പബ്ലിക് ഗ്രൂപ്പിലിടുന്ന മുമ്പ് ഞാൻ നോക്കി ഇത് ശരിയാണോ, ഇനിയിപ്പോൾ ഫേക്കാണോ. ഞാൻ ഒഫീഷ്യൽ ഫോളോവേഴ്സിനെല്ലാം നോക്കി, എത്ര ഫോളോവേഴ്സ് ആരെല്ലാം ഫോളോ ചെയ്യുന്നതെന്ന് നോക്കി കൺഫേം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞത് ട്രംപ് ഒഫീഷ്യലായിട്ടൊരു മീം കോയിൻ റിലീസ് ചെയ്യുന്നു. അതൊന്ന് പിന്നെ നമ്മൾ ചരിത്രം പോലെ കണ്ടു. ഇന്നിപ്പോൾ അത് $30 റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു ക്രിപ്റ്റോയിലൊരു മീം കോയിൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ 80% സപ്ലൈ മൂപ്പർ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ക്രിപ്റ്റോൻ്റെ ആ ഒരു പവർ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. പോസിറ്റീവ് വശങ്ങൾ നമുക്ക് സംസാരിക്കാം. ആദ്യം 2 വശങ്ങളും ഞാൻ ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഈ ട്രംപ് എന്ന് പറയുന്ന കോയിൻസിനെ നമ്മളെങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് വിഷയം കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ശരിയാണ്, മൂപ്പർ വരുന്ന സമയത്ത് BTCനെ സ്ട്രാറ്റജിക് റിസർവ് ആക്കും, അങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനി വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഈ മീം കോയിൻസ് വന്നത്. ഈ മീം കോയിൻസ് വരുമ്പോൾ നമുക്കറിയാവുന്ന വേൾഡിലൊരു ഇപ്പോൾ പവർഫുള്ളായ ഒരാൾ സ്വന്തം പേരിൽ ഒരു ക്രിപ്റ്റോ മീം ഉണ്ടാക്കുക എന്നുള്ളൊരു തുടക്കമായിട്ട് നമുക്കിതിനെ കാണാം. അത് 0 ലെവലായിട്ട് കൂട്ടാം. അതായത് മൂപ്പർ ഇത് തുടങ്ങി, ഇനി എത്ര പേര് ഇങ്ങനെ തുടങ്ങും. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇപ്പോൾ ടെലഗ്രാമിലെ ആഡ്സും ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആഡ് ആയാലും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആയാലും എല്ലാം ഇപ്പം ടോൺ കോയിൻ വഴിയാണ്. അതായത് ടെലഗ്രാമിൻ്റെ ക്രിപ്റ്റോ വഴിയാണ് ഫുൾ ഡീല് പോകുന്നത്. അതേസമയം നാളെ യൂട്യൂബും അവരുടെ ഒരു കോയിൻ ഇറക്കിക്കൂടെ. എൻ്റെ യൂട്യൂബ് വേൾഡിൽ എത്ര ആൾക്ക് വരുമാനം കൊടുക്കുന്നുണ്ട്? അവർ കൊടുക്കുന്നത് USDT ആയിട്ടാണ്. അപ്പോൾ അവർക്ക് യൂട്യൂബിൻ്റെ കോയിനാക്കി കൊടുത്താൽ യൂട്യൂബിന് എത്ര ലാഭം ഉണ്ടാവും? ഉദാഹരണത്തിന് പുറത്തുള്ളവർ ആ കോയിൻ വാങ്ങുന്നു, ആ കോയിൻ ഒരു $100 ആവുന്നു. അപ്പോൾ യൂട്യൂബിന് അതിനനുസരിച്ച് വരുമാനം കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ടെലഗ്രാം കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് നല്ല സൗണ്ട് എന്തുണ്ടെന്നറിയില്ല, കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് ഉദാഹരണത്തിന് ടെലഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ഒരു ചാനലുള്ള ഒരു ഡോക്ടർ എന്ന് വിചാരിക്കും. ഒരു ഡോക്ടറിന് സ്റ്റഡി ചാനൽ ഉണ്ടെന്ന് വിചാരിക്കും. മൂപ്പർ അതിൽ അപ്ഡേറ്റ്സുകൾ കൊടുക്കുന്നു, സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു എല്ലാം. അപ്പോൾ ആ ഡോക്ടറിന് കിട്ടുന്നത് ടോൺ വഴിയാണ്, ടെലഗ്രാമിലെ ആഡ്. ആ ഡോക്ടർ നിർബന്ധിതനാവുകയാണ് എന്ത്, ക്രിപ്റ്റോയിലൂടെ അത് സെൽ ഓഫ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നാളെ ഇപ്പോൾ യൂട്യൂബ് ഇറക്കിയാലും പുറത്തുള്ള കാര്യങ്ങൾ ഇറക്കിയാലൊക്കെ കൂടുതൽ എക്സ്പോഷർ വരികയാണ്. ഈ ട്രംപ് അനൗൺസ് ചെയ്തതോടുകൂടി എന്താണ് ഈ ക്രിപ്റ്റോ എന്ന് അറിയാത്ത വേൾഡിൽ എന്തായാലും കുറേ ആൾക്കാരുണ്ടാവില്ല, വേൾഡ് ലീഡേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോഴും ഈ പറയുന്ന ക്രിപ്റ്റോനെതിരെ സംസാരിക്കുന്ന എത്രയോ ആൾക്കാരും ഒന്നും നോക്കി കാണൂലേ എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബിറ്റ്കോയിൻ്റെ സ്ട്രാറ്റജിക് റിസർവ് അത് വരികയാണെങ്കിൽ ഈ പറയുന്ന ഗോൾഡിൻ്റെ റേറ്റ് ഡൗണിലേക്കും ബിറ്റ്കോയിൻ്റെ റേറ്റ് അപ്പിലേക്കുമുള്ള എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ഹൈ ലെവലിലേക്ക് വരും. പിന്നെ പല രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിറ്റ്കോയിനെ നമ്മൾ വിചാരിക്കുന്ന സെറ്റപ്പ് അല്ല ഉണ്ടാവുക. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കാം. മൂപ്പർ അത് വാക്ക് തന്നിരുന്നു. ഇതൊരു തുടക്കമാണോ അല്ലെങ്കിൽ ഇത് അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാനാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഫെർദർ അപ്ഡേറ്റ്സിലൂടെ നോക്കാൻ പറ്റും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ട്രംപ് കോയിൻ്റെ ഹൈപ്പ് ഉണ്ട്, കുറേ ആൾക്കാർ എവിടെ നിന്ന് വാങ്ങും എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ട്രംപിന് ബേസ് ചെയ്ത് വേറൊരു പേപ്പർ വർക്ക് ഒന്നുമില്ല. ഇപ്പം 80% സപ്ലൈയും ട്രംപിൻ്റെ കയ്യിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ വേൾഡിൽ ജീവിക്കുന്നത് പെട്ടെന്ന് ഇപ്പോൾ ട്രംപിന് ഉദാഹരണത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ എന്തെങ്കിലും ബാഡ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാർക്ക് ആവുകയോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ഈ പറയുന്ന ലോസ് ആഞ്ചലസിലെ വൈൽഡ് ഫയർ ഉണ്ടല്ലോ, അപ്പോൾ ഈ പറയുന്ന അദ്ദേഹം ഒരു ദിവസം മെസ്സേജ് ഇടുകയാണെന്ന് വിചാരിക്കും, വൈൽഡ് ഫയറിൽ ഇത്ര നാശം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എൻ്റെ ബേസ്ഡ് ക്രിപ്റ്റോയിലൂടെ ഇത്ര സെൽ ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ സപ്ലൈ ഇത്ര ശതമാനം കുറച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ സഹായിക്കുന്നു എന്നുള്ളൊരു ന്യൂസോ ഞാൻ അതിൻ്റെ രണ്ടാമത്തെ വശങ്ങളാണ് പറഞ്ഞത്. നമ്മൾ എപ്പോഴും പോസിറ്റീവ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ട്രംപിന് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആവുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവം മൂപ്പർ അമേരിക്കൻ്റെ ഗ്രേറ്റ്നെസ്സിന് വേണ്ടിയിട്ട് അമേരിക്കൻ്റെ വേറെന്തോ സംഭവത്തിന് വേണ്ടിയിട്ട് ഈ മണി യൂസ് ചെയ്യുന്നു, ചാരിറ്റി എന്തായിക്കോട്ടെ ഇത്ര ശതമാനം സെൽ ഓഫ് ചെയ്യുന്നു എന്ന രീതിയിൽ സപ്ലൈ ഷോക്ക്, അതായത് പുറത്തേക്ക് ഇറക്കുന്നു, ഞാൻ 80% എൻ്റെ ഈ കോയിൻസ് ഞാനൊരു 50% വിറ്റ് നൽകുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കോയിൻസിനെ ബാധിക്കും. അപ്പോൾ നമ്മളൊരിക്കലും എന്ത് ചെയ്യപ്പെടാൻ പറ്റില്ല, ട്രംപ് ഉണ്ടല്ലോ, ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുകയാണല്ലോ, അല്ലാണ്ട് നമ്മളിതിപ്പോൾ ട്രംപിൻ്റെ കാലത്തോളം കൂടുതൽ എന്ന് കരുതി നമ്മുടെ വലിയൊരു ഫോർച്യൂൺ അതിലേക്ക് മാറ്റരുത് എന്ന് ഞാൻ പറയുകയാണ്.
നമ്മളെപ്പോഴും ഏതായാലും നമ്മൾ ആ ഒരു ലെവലിലേക്ക്, ചില ആൾക്കാർക്ക് അങ്ങനെ അസുഖമുണ്ട്, സകല ഇതുവരെയുള്ള ഹോൾഡിങ്ങൊക്കെ ഒഴിവാക്കി ട്രംപിലിടും. ട്രംപ് എന്തായാലും 5 കൊല്ലം വരൂലേ, ട്രംപിൻ്റെ പോസിറ്റീവ് ന്യൂസ് അല്ലേ വരൂ എന്ന് കരുതി കോയിനിന് മുകളിലോട്ടേക്ക് കയറും എന്നുള്ള കയറൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി ലെവലിലേക്ക് ഈ കോയിൻ എത്തും. പക്ഷെ നമ്മളെപ്പോഴും ഇത്തരം കോയിലുകളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ആ സേഫ്റ്റി എമൗണ്ട് മാത്രമായിരിക്കും. വേറെ ഹൈ ലെവലിലേക്ക് കയറിയാലും നമുക്ക് ആ സേഫ്റ്റി എമൗണ്ട് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് വരുമല്ലോ. അപ്പോൾ അത്തരം ചിന്തകൾ, കാരണം അത്തരം ന്യൂസുകൾ, കാരണം ഈ വെയിൽസുകളൊക്കെ അതിന് മുമ്പിൽ കറക്റ്റ് പ്ലാനിങ് നടക്കുന്നുണ്ടാവും. ഈ ഹൈപ്പും ഈ പറയുന്ന സാധനങ്ങളും എല്ലാം വാങ്ങിക്കൂട്ടുന്നവരും എല്ലാവരുടെ ഉള്ളിൽ ഒരു വലിയ പ്ലാൻ ഉണ്ടാവും. അപ്പം അതനുസരിച്ച് വേണം ശ്രദ്ധ കൊടുക്കാൻ. പക്ഷെ ഇതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. രണ്ടാമത് ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ പോലെ 59 സ്വീപ്പിന് ശേഷം ഇപ്പോൾ 104 നിൽക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് റീട്രേസ് 4-5 ആഴ്ചകളോളം നിലനിന്നിരുന്നു. നമുക്കൊരു നല്ലൊരു അവസരം, ഇപ്പോൾ സൊളാനൊക്കെ 270 ഇന്ന് മുട്ടി, 170ഓളം കിട്ടിയിരുന്നു. $100 ഗ്യാപ്പ് നമുക്ക് നൽകി സൊളാനോ. നമുക്കൊരു ഫസ്റ്റത്തെ അവസരം നഷ്ടപ്പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഫസ്റ്റ് റീട്രേസ് ഏകദേശം ഹിസ്റ്ററി പ്രകാരം സംഭവിച്ചു കഴിഞ്ഞു എന്നില്ല. കാരണം 4-5 വീക്ക് നിന്നു, 89% വരെ കുറഞ്ഞു വന്ന നിലയിൽ ഫസ്റ്റ് റീട്രേസ് ഒഫീഷ്യലി ഹിസ്റ്ററി പ്രകാരം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം ഫർദർ എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നമുക്കൊരു വലിയ അവസരം ഇപ്പം നഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നഷ്ടമായെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ടീം ഓൾറെഡി ബൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഇനി സെല്ലിംഗ് പോയിന്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫർദർ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഇന്ന് ഈ വിഷയം ഒന്ന് സംസാരിക്കാന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഇനി ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബുൾ മാർക്കറ്റിൽ നമ്മൾ എവിടെ സെല് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഇനി ബൈ ചെയ്യേണ്ടെന്നല്ല. നമുക്ക് സിസ്റ്റമാറ്റിക്കായി ആവറേജ് ചെയ്യപ്പെടുന്നതിൽ ബൈ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ സെല്ലിംഗ് പോയിന്റ് നമുക്ക് എന്തായാലും നമ്മൾ ഉറപ്പിച്ചേ പറ്റൂ. അതിനു മുമ്പ് ഈ പറയുന്ന പല മീം കോയിൻസും കളത്തിലിറങ്ങും. അതൊക്കെ ഈ ബുൾ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ പറയുന്നത് വെച്ചിട്ട് 70% ബുൾ മാർക്കറ്റ് കംപ്ലീറ്റ് ആയി. ഇനി 30% ഉണ്ട്. അതെന്ന് പറയുന്നത് ഹെവി ലോഡായിരിക്കും. ഈ 2025 ഞാൻ നിങ്ങളോട് എപ്പോഴും തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ പോലെ ഇതൊരു ട്രമൻഡസ് ഗ്രോത്തിൻ്റെ ഇയറുമാണ്. ഒരു ബിയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് നടക്കാൻ പോകുന്ന ഇയറുമാണ്. ഇതെപ്പോഴും മനസ്സിൽ വേണം. നമ്മൾ ബുക്കിംഗ് മെൻറ്റാലിറ്റി, നമ്മൾ ചിലപ്പോൾ ഒരിക്കലും ബുക്ക് ചെയ്യാത്ത രീതിയിൽ, ഉദാഹരണത്തിന് ട്രംപ് കോയിൻ ഇപ്പോൾ ഒരു $3 ഒരാൾ വാങ്ങുന്നത് വിചാരിക്കും, 30 അയാൾക്ക് ഇപ്പം വിൽക്കാൻ കഴിയുമോ? കാരണം അത്രയും ഫോമോ ഉണ്ട്. ആ സെറ്റപ്പിലാണ് നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാവുക. ബിറ്റ് കോയിനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചിട്ടും ഹൈ ലെവൽ ഗുഡ് ന്യൂസ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും വിൽക്കാൻ കഴിയില്ല. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ ഡേ ആണ് നമുക്ക് വിൽക്കേണ്ട സമയം, റെഡ് ഡേ ആണ് നമുക്ക് വാങ്ങേണ്ട സമയം. പക്ഷെ ഒരിക്കലും റെഡ് ഡേ നമുക്ക് വാങ്ങാൻ കഴിയൂല, ഗ്രീൻ ഡേ അതേപോലെ വിൽക്കാനും കഴിയൂല. പക്ഷെ വെയിൽസ്, നമ്മൾ മത്തികളാവരുത്. ഞാൻ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിൽസിൻ്റെ ഉള്ളിലേക്ക് വീണ് പോകരുത്. വെയിൽസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു 89K എന്നൊക്കെ ഹ്യൂജ് വോളിയം വന്നിരുന്നു. അതെല്ലാം വാങ്ങുന്ന ആരാ? വെയിൽസാണ്. അവർക്ക് വിൽക്കണ്ടേ? അവർ ഓൾറെഡി 89K എന്നും 90K എന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഗ്രീൻ ഡേയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റെഡ് ഡേയിൽ നമ്മൾ വിൽക്കുമ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അവർ പ്രോഫിറ്റ് എടുക്കുന്ന പീരീഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രീൻ ഡേയിൽ ഓവർ ഫോമോ അടിക്കണ്ട. ഗ്രീൻ ഡേ കഴിഞ്ഞ ഒരു റെഡ് ഡേ കമ്പൽസറി ആയിട്ട് വരും. അത് ഈ മാർക്കറ്റിലെ ചരിത്രം അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആവും. നമ്മൾ ഇനിയും വിചാരിക്കുക ഒരിക്കലും ബിറ്റ് കോയിൻ കയറൂല. നമ്മൾ എന്തെല്ലോ ന്യൂസ് കാണും. കഴിഞ്ഞ സമയത്ത് ഉണ്ടായതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ US ഗവൺമെൻറ് ഇത്ര ശതമാനം ബിറ്റ് കോയിൻ, സിൽക്ക് റോഡിൻ്റെ ബിറ്റ് കോയിൻ വിൽക്കാൻ പോവുകയാണെന്ന്. അത് ഇങ്ങനെ മാർക്കറ്റിനെ ഡൗൺ ആക്കി. ശേഷം പറയുന്നത് അങ്ങനെ ഒരു ന്യൂസ് ഫേക്ക് ആണെന്ന് പറയുന്നു. ആ ഫേക്ക് ന്യൂസ് ആണെന്നുള്ള ന്യൂസ് ആരും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഗ്രീൻ ഡേ എന്ന് പറയുന്നത് സെല്ലിംഗ് ഡേ ആണ്, ബൈയിങ് ഡേ അല്ല എന്നുള്ളതും കൂടിയാണ്. കറൻറ്റ്ലി ആ ഫസ്റ്റ് റീട്രേസിന് ശേഷം സംഭവിച്ച ഒരു അത്യാവശ്യ ഗ്രോത്ത് ഇനിയും വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളുള്ളിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോമോ അടിക്കുന്നുണ്ടോ, നമ്മൾ ആവേശമാവുന്നുണ്ടോ, സെല്ലിങ് നടക്കുന്നുണ്ടോ എന്ന് കരുതി സെല്ല്. ഇപ്പം കുറേ ആൾക്കാരുടെ രീതി എങ്ങനെ അറിയാം, ഇപ്പം ഗ്രീൻ ഡേ സെല്ലിംഗ് ഡേ യെസ് എന്നൊരു സെല്ല് ചെയ്തിട്ട് മാർക്കറ്റ് അപ്പാന്ന് കാണുമ്പോൾ വീണ്ടും ബൈ ചെയ്യും. അങ്ങനത്തെ ഒരു സെല്ല് ചെയ്യാൻ നിൽക്കണ്ട. നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ $2000 കിട്ടണമെങ്കിൽ നിങ്ങൾ ആ എല്ലാ കോയിൻസും കൂടി എത്രയാവും അത് നിങ്ങൾ ഇപ്പം തന്നെ വെക്കുക എന്ന് കരുതി $2 ലക്ഷം അങ്ങനത്തെ സെറ്റപ്പ് അല്ല. ഒരു നിങ്ങൾക്ക് തന്നെ ഓക്കെ ആയി തോന്നുന്ന റിയലിസ്റ്റിക് സെറ്റപ്പിൽ മുട്ടിയ എല്ലാം സെല്ല് ചെയ്ത് ഒഴിവായിക്കോ. ആ ഒരു സിസ്റ്റമാറ്റിക് ആണ്. നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ പബ്ലിക് ഗ്രൂപ്പിൽ എന്തായാലും ജോയിൻ ചെയ്യണം. പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പബ്ലിക് ഗ്രൂപ്പിൻ്റെ ഇതിലൂടെ നമ്മൾ ആ പ്രീമിയം ഗ്രൂപ്പിൻ്റെ പവർ. അപ്പോൾ അതിലും ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ.